മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. നൃപൻ ചക്രവർത്തിയുടെ വിശദാംശങ്ങളുമായി. നൃപൻ, മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. ഇനി അഥവാ ലോക്സഭയിൽ മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ രാജ്യസഭയിൽ ഒരു സീറ്റ് നൽകുക, എക്സ്ട്രാ ഒരു സീറ്റ് കൂടെ ലീഗിന് നൽകുക എന്നൊരു അനുനയത്തിലേക്ക് ലീഗ് കടക്കാൻ സാധ്യതയുണ്ടോ? വൈകിട്ട് UDF യോഗം നടക്കാനിരിക്കുന്നു. ഏതൊക്കെ രീതിയിലായിരിക്കും ലീഗ് ഈ UDF യോഗത്തിൽ തങ്ങളുടെ ആവശ്യം ഉന്നയിക്കാൻ പോകുന്നത്? അല്പം മുമ്പാണ് പാണക്കാട് തങ്ങൾ തിരുവനന്തപുരത്ത് നന്ദാവനത്തെ തങ്ങൾ ഹാളിൽ ലീഗിന്റെ നേതൃയോഗം ചേരുകയും അല്പം മുമ്പ് യോഗം അവസാനിക്കുകയും ചെയ്തു. നേരത്തെ വിനീഷ് സൂചിപ്പിച്ചതുപോലെ സമ്മർദ്ദം കൊണ്ട് ഫലമില്ല എന്ന നിലപാട് തന്നെയാണ് നേതൃത്വത്തിലുള്ളത്. കാരണം കോൺഗ്രസ് മൂന്നാം സീറ്റ് നൽകില്ല എന്ന നിലപാട് പാർട്ടി നേതൃത്വത്തെ കഴിഞ്ഞ ഉഭയകക്ഷി ചർച്ചയിൽ അറിയിച്ചിരുന്നു. ഇത് ലീഗ് നേതാക്കൾ ഇന്നത്തെ നേതൃയോഗത്തിൽ അറിയിക്കുകയും ചെയ്തു. പക്ഷേ വലിയ തരത്തിലുള്ള വിമർശനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. കാരണം ലീഗിന്റെ ശക്തിക്കും പ്രാധാന്യവും അനുസരിച്ച് സീറ്റ് നൽകുന്നില്ല, നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്, ഇത്തവണയും പരിഗണിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന വാദം നേതാക്കൾ വിമർശനമായി ഉന്നയിച്ചു. പക്ഷേ നേതൃത്വം ഇന്നത്തെ യോഗത്തിൽ പറഞ്ഞത് വലിയ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, അതുകൊണ്ട് സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത് ശരിയല്ല. LDF അവരുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി. ലീഗിന്റെ കാര്യത്തിലുള്ള തർക്കത്തിൽ മാത്രമാണ് UDFന് അന്തിമ തീരുമാനം എടുക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് ഇനി അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് പുതിയ ഡിമാൻഡുകൾ ഇപ്പോൾ പുതുതായി മൂന്നാമത് പാർലമെന്റ് സീറ്റ് നൽകിയില്ല എങ്കിൽ വിനിഷ നേതൃത്വം സൂചിപ്പിച്ചതുപോലെ രാജ്യസഭയിലെ പുതിയ സീറ്റും ഒപ്പം തന്നെ നിയമസഭയിൽ കൂടുതൽ സീറ്റും ആവശ്യപ്പെട്ട് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ച് അവസാനിപ്പിക്കാനാണ് തീരുമാനം. ഇന്നത്തെ UDF യോഗത്തിൽ ലീഗ് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തും. പക്ഷേ കടുംപിടുത്തത്തിന് ഇനി മുതിരാനുള്ള സാധ്യതയില്ല. കാരണം കോൺഗ്രസ് സിറ്റിംഗ് സീറ്റുകൾ ഒന്നും വിട്ടുക നൽകില്ല. 16 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കും. 2 സീറ്റ് മലപ്പുറവും പൊന്നാനിയിലും ലീഗ് മത്സരിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയും RSPക്ക് സിറ്റിംഗ് സീറ്റായ കൊല്ലവും നൽകും. അതുകൊണ്ട് ഇനി വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ ഈ ലീഗ് നേതൃയോഗത്തിലുണ്ടായ പ്രതിഷേധം ഇന്നത്തെ UDF യോഗത്തിൽ അറിയിക്കുകയും പുതിയ ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ ഉപാധികളോടുകൂടി അംഗീകരിക്കപ്പെട്ടു എന്ന നിലപാട് ലീഗ് അണികളെ ബോധ്യപ്പെടുത്താനായിരിക്കും ഇനി നേതൃത്വം മുതിരുക. അതുകൊണ്ട് മാത്രം വിഷയം അവസാനിപ്പിച്ച് പ്രശ്നങ്ങൾ തീർക്കുക എന്നതാണ് ലീഗിന്റെ ലക്ഷ്യം. പക്ഷേ സംഘടനയ്ക്കുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. കാരണം ലീഗ് അണികളെയും രണ്ടാം നിര പ്രവർത്തകരെയും ഇത് ബോധ്യപ്പെടുത്താൻ ലീഗ് നേതൃത്വത്തിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. സ്ഥിരമായി പാർലമെന്റിലും നിയമസഭയിൽ മത്സരിക്കുന്ന ഒരേ നേതാക്കൾ പുതിയ നേതാക്കൾക്ക് അവസരം നൽകുന്നില്ല. ഈ വിമർശനം ഉണ്ടായി. അതുകൊണ്ട് മലപ്പുറത്തോ പൊന്നാനിയിലോ പുതിയ ഒരാളിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശവും ഇന്നത്തെ നേതൃയോഗത്തിൽ ഉണ്ടായി. വിനിഷ. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്. UDF യോഗത്തിന് മുന്നോടിയായി നടക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃസമിതി യോഗം തിരുവനന്തപുരത്ത് അവസാനിച്ചു. മൂന്നാം സീറ്റ് എന്ന ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കാതെ ഒരു അനുനയത്തിലേക്ക് ലീഗ് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മൂന്നാം സീറ്റ് നൽകിയില്ലെങ്കിൽ ഒന്നുകിൽ രാജ്യസഭാ സീറ്റ് അല്ലെങ്കിൽ നിയമസഭയിൽ കൂടുതൽ അംഗത്വം ലഭിക്കുക എന്നൊരു അനുനയത്തിലേക്ക് ഉപാധിയിലേക്ക് ലീഗിന്റെ ഇന്നത്തെ സംസ്ഥാന നേതൃസമിതി യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകേ എന്നാണ് നൃപൻ ചക്രവർത്തി പറയുന്നത്. ഇക്കാര്യമായിരിക്കും ഇന്ന് നടക്കാനിരിക്കുന്ന UDF യോഗത്തിൽ ലീഗ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്.